പുറത്ത് പോയിട്ട് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ലക്ഷ്മി കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ചിക്കൻ വേണോ, എന്നാൽ പിന്നെ അങ്ങ് ചിക്കൻ വാങ്ങിക്കാമെന്ന് കരുതി. പക്ഷേ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 2 മണിയായി. അപ്പം എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് മുഖ്യം ബിഗില്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. പിന്നീടാണ് ഞാൻ എൻ്റെ ചിക്കൻ പരിപാടിയിലേക്ക് കടന്നത്. അപ്പോൾ സമയം 3 മണിയായി. മക്കൾ വരുന്നത് 4 മണിക്കാണ്. അപ്പം അവർ വരുന്നതിന് മുമ്പേ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ, ഒരു സർപ്രൈസ് ആണല്ലോ സത്യത്തിൽ ഇത്. അവരറിയുന്നില്ലല്ലോ ഞാൻ ചിക്കൻ വാങ്ങിച്ചതെന്ന്. എന്നാൽ അവർ വരുന്നതിന് മുമ്പേ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് കരുതി ഞാൻ എന്തെടുത്തു, കുക്കറിലോട്ടാണ് ചിക്കൻ ഇട്ടത് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിനുവേണ്ടി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ പുരട്ടി ചിക്കൻ കുക്കറിനകത്തോട്ട് കയറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഇരുന്ന് ചിക്കൻ എടുത്ത് മസാലകളെല്ലാം പുരട്ടി അവിടെ വറുക്കാനായിട്ട് മാറ്റിയും വെച്ചു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സകല സാധനങ്ങളും പൊളിച്ചു. അത് എനിക്ക് ഈസി പണിയായതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതായതുകൊണ്ട് ഞാൻ എന്തെടുത്തു, മിക്സിയിൽ ജാറിലാണ് ഇടുന്നത് കേട്ടോ. ഇത് പ്രീതിയുടെ മിക്സിയാണ്. ഇത് എല്ലാം കട്ട് ചെയ്ത് വരും, നമുക്ക് ഏറ്റവും എളുപ്പമാണ്. ഞാൻ ഇതിലാണ് കേട്ടോ, എനിക്ക് എളുപ്പം പണികൾ തീർക്കാനുള്ള മാർഗ്ഗമായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും ഒന്നും യൂസ് ചെയ്യത്തില്ല, എളുപ്പം തീർക്കേണ്ടത് അല്ലെങ്കിൽ പതുക്കെ തീർക്കേണ്ടത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് ഈസി പണിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിന്നായിട്ടാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാനും ഞാൻ ഇത് യൂസ് ചെയ്യും. പിന്നെ നേരെ അടുപ്പത്തോട്ട് അതുകൊണ്ട് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് വറുത്ത് ഞാൻ തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. നിങ്ങൾ ഇടുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് തേങ്ങാക്കൊത്ത് കഴിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറമായപ്പോഴത്തേക്കും ഈ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം കൂടെ ചേർത്ത് 2 പച്ചമുളകും കീറിയിട്ട് ഉപ്പും ഇട്ട് അതൊന്ന് മൂടി വെച്ച് വേകാൻ വെച്ചു. ഇത് ഈ തിന്നായിട്ട് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് വേണ്ട അത് കുക്കാകാനായിട്ട്. അപ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം വഴണ്ടി വന്നു. പിന്നെ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മസാലകളെല്ലാം ചേർത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തക്കാളിയും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്തു. അത് വഴറ്റിയെടുത്തതിന് ശേഷം ഈ കുക്കറിൽ ഇരുന്ന ചിക്കൻ എടുത്ത് അതിലോട്ട് തട്ടി അങ്ങനെ അത് മിക്സ് ചെയ്ത് അതവിടെ വേകാനായിട്ട് വെച്ചു. അന്നേരമാണ് എന്നാൽ മറ്റേ അടുപ്പിലോട്ട് ചിക്കനും കൂടെ അങ്ങ് വെക്കാം, വറുക്കാനായിട്ട് വെക്കാം എന്ന് കരുതി നേരെ ചീനിച്ചട്ടി വെച്ചു. അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ വറുക്കാനായിട്ട് വെച്ചു. അങ്ങനെ ചിക്കൻ വറുക്കാനായിട്ട് വെച്ചപ്പോൾ അയ്യോ കറിവേപ്പില ഇട്ടില്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാൻ നേരെ എൻ്റെ തോട്ടത്തിലേക്ക് പോയി, അവിടെ നല്ല കറിവേപ്പിലയുണ്ട് കേട്ടോ. അത് പോയി പറിച്ചു കൊണ്ടുവന്ന് വറുക്കുന്നതിലും ഇടും, കറി വെക്കുന്നതിലും. അപ്പം നമുക്കൊരു പ്രത്യേക മണമാണല്ലോ ഈ ചിക്കൻ വറുക്കുന്നതിൻ്റെ അകത്ത്. അല്ല, ഏത് കറിയിലാണെങ്കിലും കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാകും. അതും ചേർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കുന്നത് ഉപ്പ് നോക്കിയില്ലല്ലോ എന്ന്. അങ്ങനെ നേരെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് അത് തിളച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. എൻ്റെ മോനെത്തി. അപ്പോൾ അവൻ ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തെടുക്കുവാന്നറിയില്ല, നേരെ അടുക്കളയിലോട്ടാണ് വന്നിട്ട് ഇത് എന്തെടുക്കുക അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്, ഞാൻ ചിക്കൻ കറി വെക്കുകയാണ്. ഞാൻ അവനോട് പറയും ഇപ്പുറത്ത് വന്ന് നിൽക്കടാന്ന്. അങ്ങനെ അവൻ വന്നിരുന്നു. അവന് ഭയങ്കര സന്തോഷമായിട്ട്. സത്യം പറഞ്ഞാൽ മക്കൾക്കൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇതൊക്കെയല്ലേ അവരുടെ സന്തോഷം എന്നൊക്കെ പറയുന്നത്. നമുക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, പക്ഷേ കുട്ടികൾക്ക് മക്കൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ ഇതുപോലുള്ള ചെറിയ അവർക്ക് ആഹാരങ്ങളിൽ ഇതൊക്കെ കഴിക്കുന്നതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുഴഞ്ഞ് ടയേർഡായിട്ടാണ് വന്നിട്ട് അമ്മയെ ഒരു ലെമൺ ജ്യൂസ് അടിക്കാൻ പറഞ്ഞു. അവന് നേരെ കുളിക്കാൻ പോയി. അന്നേരം ഞാൻ എന്തെടുത്തു, ലെമൺ ജ്യൂസ് അടിക്കാനായിട്ട് വെച്ചു. അവൻ വരുമ്പോഴത്തേക്ക് റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് കരുതി അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഇതാ എത്തി എൻ്റെ ലക്ഷ്മിക്കുട്ടി. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അധികം തിന്നാറൊന്നുമില്ല, ഈ പറച്ചിൽ പോലൊന്നും തിന്നാറില്ല. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടുപോയി. അപ്പം അവൻ കുളിച്ചിട്ട് വന്ന് അവന് ലെമൺ ജ്യൂസ് കൊടുത്ത്. അവൾ അങ്ങനെയല്ല, ചുറ്റിപ്പറ്റി നിൽക്കി ഇനി സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞ് ആങ്ങി തൂങ്ങി നിന്ന് കഴിഞ്ഞ് അവൾ പോകാറുള്ളൂ. അപ്പോഴത്തേക്ക് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ട. പിന്നെ ഞാനും കുടിച്ചു, ക്ഷീണിച്ച് പോയില്ലേ ചിക്കൻ കറി വെച്ച്. അപ്പോൾ പിന്നെ ബാക്കി അതെല്ലാം ഒന്ന് ഇറക്കി എല്ലാം റെഡിയായി മാറ്റി വെച്ചു. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് സ്റ്റൗവും അതവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ഇതും മാത്രമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.